ആഷിക്കേട്ടാ, നമ്മൾ കുറേ യു പി ഐയും ബീഹാറിനൊക്കെ കളിയാക്കാറുണ്ട്. ഇവിടെ കുറച്ച് ഇ ഡി ഉദ്യോഗസ്ഥർ ഒരു അന്വേഷണത്തിന് വന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു പുകില് അല്ലേ? എന്തായിരുന്നു കാറ് തല്ലിപ്പൊളിക്കുന്നു, എന്താണ് കല്ലെറിയുന്നു, എല്ലാവരും ഒരുപാട് കളിയാക്കിയൊരു വിഷയമായിരുന്നു. അങ്ങനെ എന്താണ് അവസാനം ഒടുവിൽ ഇവർ പറഞ്ഞത് എന്തായിരുന്നു അറിയോ? ഞങ്ങൾ തന്നെ ഈ കാറിൻ്റെ പൈസ കൊടുത്തോളാം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒടുവിൽ ഇപ്പം പൈസ കൊടുത്തത് ഇ ഡി തന്നെയാണ് അല്ലേ? നമ്മൾ പല സംസ്ഥാനങ്ങളിലും ഇ ഡിക്കെതിരെയുള്ള അക്രമങ്ങളും അതിനെ തുടർന്നുള്ള വിവിധ വികാസ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ബാധിക്കപ്പെടുന്ന ആരൊക്കെയാണ്, അവർക്ക് പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമൊന്നും ആരും ചിന്തിക്കാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ മെയ് 28-ന് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ ആക്രമിക്കുകയും അല്ലെങ്കിൽ അവർ സഞ്ചരിച്ച കാറുകൾ അടിച്ച് തകർക്കുകയും ഈ ഡ്രൈവറിന് ഗുരുതര പരിക്കുകൾ സംഭവിക്കുകയും എല്ലാം ചെയ്തത്. അതിനെ തുടർന്ന് ഈ ഡ്രൈവർ പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ആകെയുള്ള വരുമാന സ്രോതസ്സാണ്, തൻ്റെ ഭക്ഷണത്തിനുള്ള വകുപ്പ് കണ്ടെത്തുന്നത് ഈ ഇതുപോലെ ടാക്സി ഓടിച്ചിട്ടെല്ലാമാണെന്ന്. പക്ഷേ ആ ഒരു ടാക്സി ഡ്രൈവറെ സംരക്ഷിക്കുമെന്നും ഈ കാറ് പുറത്തിറക്കാനുള്ള എല്ലാ ചിലവുകളും ഈ പാർട്ടി തന്നെ വഹിക്കുമെന്നും അന്ന് ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് വഹിച്ചിരുന്ന റഹീം പബ്ലിക്കിന് മുന്നിൽ വന്നാണ് ഇതുപോലെ വാഗ്ദാനം നൽകിയത്. പക്ഷേ ആ വാക്കുകൾ വെറും പൊള്ള വാക്കുകളായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് നമുക്ക് മനസ്സിലായത്. കാരണം ഈ ഡ്രൈവറായ ശ്യാംരാജ് തിരുവനന്തപുരം സ്വദേശി തന്നെയാണ്. ഈ ഒരു തൊഴിലാളി സംഘടനാ നേതാവ് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു അംഗം തന്നെയാണ്, തൊഴിലാളി സംഘടനയിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. ഈ ഒരു തൊഴിലാളി സംഘടനയിൽപ്പെട്ട ഒരു സാധാരണക്കാരന് പോലും ഒരു നീതിയോ ന്യായമോ വാങ്ങിച്ചു നൽകാൻ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന ഈ ഒരു സാധാരണക്കാരുടെ പാർട്ടി തയ്യാറാവുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ നാണക്കേടാണ്. അദ്ദേഹം തന്നെ അന്ന് പറയുകയുണ്ടായി, അതായത് ആ ടാക്സി ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു, എന്താണ്, ഞാനും ഈ സംഘടനയിലെ ഒരു ഭാഗമാണ്, എന്നിട്ടും ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് എനിക്കും കൂടി നാണക്കേടാകുന്ന ഒരു പ്രവൃത്തി, ഇവർ തന്നെ നമ്മളെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് വളരെ മോശം പ്രവൃത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് മാത്രമല്ല, ഇപ്പോൾ കണ്ടാൽ അഭിവാദ്യങ്ങൾ സഖാവേ എന്ന് പറയുന്ന ഒരു പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ഈ ഡ്രൈവർ കാർ ഓടിച്ച് പോയത്. അപ്പോഴൊന്നും ഈ ഒരു ഡ്രൈവർ ഇത് ചെയ്തില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സഖാവിൻ്റെ വീട്ടിലേക്കല്ലേ, ഞങ്ങളുടെ സഖാവിൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് ഇ ഡിക്കാർ പോകുന്നത്? എന്തിനാ പോകുന്നത്? അങ്ങനെ ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ സഖാവിൻ്റെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളെ കൊണ്ടുപോകാൻ ഈ വണ്ടി തരില്ല എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറായിരുന്നു. പക്ഷെ ചെയ്തില്ലല്ലോ. കാരണം പ്രോപ്പർ ചാനലിലൂടെ വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഈ കാറിൽ സഞ്ചരിച്ച് പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ എത്തിയത്, അതിനുശേഷം തിരിച്ച് മടങ്ങുന്നതും. അപ്പോൾ സ്വന്തം തൊഴിൽ, അതിനുശേഷം മറ്റെന്തും, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം, അല്ലെങ്കിൽ രാജ്യം നന്നാക്കാന്നുള്ള രീതിയിലുള്ള ഒരു തലമുറ, അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരെ ഒരു കോമാളിയാക്കുന്ന രീതിയിലുള്ള പാർട്ടി പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഇതുപോലെ പ്രസ്ഥാനത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞാണ്, അതായത് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 6:30 മെക്കിട്ട് കയറണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ചാർട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കുന്നത് എന്നാണ് ചെയ്യുന്നത്. ആര്? ഇതുപോലുള്ള ഓരോ സഖാക്കൾ, അതായത് CPM ആവട്ടെ, DYFI ആവട്ടെ, അല്ലെങ്കിൽ SFI ആവട്ടെ, ഇതുപോലുള്ളവരെല്ലാവരും ബാക്കിയുള്ളവരുടെ ജനജീവിതത്തെ ദുസ്സഹമാക്കാനും ഇതിനെല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രവണതയുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ ഇവർക്കുള്ള ഒരു പേരോ, തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു സംഘടനയെന്നും. ഇവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഒരു കാരണവശാലും ഞാൻ പറയില്ല. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയണം, മോശം ചെയ്യുമ്പോൾ വളരെ മോശമെന്നും പറയണം. ഈ ഒരു കാറിൻ്റെ ഓണർ കൂടിയായ ഈ യുവാവിന് കാറ് നന്നാക്കാനുള്ള 1.5 ലക്ഷത്തിലധികം രൂപ കൊടുത്തത് ഇ ഡി തന്നെയാണ്. അപ്പോൾ ഇവർ കാരണം, അല്ലെങ്കിൽ ഇവർ സഞ്ചരിച്ച, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി ഈ ഒരു ബലി കഴിച്ച ഈ ഒരു കാറിന് വേണ്ടി നഷ്ടപരിഹാരം ഇ ഡി കൊടുക്കാനുള്ള ഒരു മാന്യത കാണിച്ചു. അതിന് ഇ ഡി എന്ന ഒരു വകുപ്പിന് തികച്ചും അഭിനന്ദനമാണ്, അല്ലെങ്കിൽ അത് വളരെ സ്വാഗതാർഹമായുള്ള ഒരു നടപടിയായിരുന്നു. അതേപോലെ തന്നെ CPM എന്നുള്ള ആ ഒരു
നമ്മുടെ തലസ്ഥാനത്തെ ആ ഒരു സംഘടന വളരെ നാണകെട്ട ലെവലിലേക്ക് ഇടിഞ്ഞു താന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ആശിക്കട്ടെ, ആദ്യം തന്നെ അത് പറയാൻ എന്താ കാരണം എന്താ വെച്ചാൽ, ഇതിപ്പോൾ ബീഹാറിലോ യു പിയിലൊക്കെയാണ് സംഭവിച്ചതെങ്കിൽ ഇപ്പോൾ അവർ പറയും അവിടെ എന്താണ് അവിടുത്തെ പാർട്ടിക്കാർ അല്ലേ ഭരിക്കുന്നവരെ കുറ്റം പറയും, അവരുടെ ആൾക്കാരാണല്ലോ എന്താണ് അവിടെ ഒരു ഉദ്യോഗസ്ഥരുടെ ഇത് മുടക്കാൻ അല്ലെങ്കിൽ അവരുടെ കൃത്യനിർവഹണം മുടക്കാൻ അവർ എന്താണ് അത് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല അവർക്കെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി മുന്നിട്ടിറങ്ങാൻ ചിലപ്പോൾ ഇവർ തന്നെയായിരിക്കും മുന്നിട്ടിറങ്ങുക അല്ലേ? അതെ, അത് മാത്രമല്ല ഇപ്പോൾ സ്വന്തം വണ്ടിക്ക് ഒരു തട്ടുകേട് വന്നപ്പോൾ ഉള്ളിലൊരു അതായത് ഈ പാർട്ടി അംഗമായിട്ട് പോലും ഇദ്ദേഹം വെളിയിൽ വന്ന് തൻ്റെ കാറിന് ഇതുപോലെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്, 1.5-2 ലക്ഷത്തോളം രൂപ വേണം പണിത് പുറത്തേക്ക് ഇറക്കാൻ, അതുവരെയുള്ള ലോണുകൾ ഞാൻ കടം വാങ്ങി അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്ത് വീട്ടുകയാണെന്ന് പറയാൻ ഒരു സാധാരണക്കാരൻ മുന്നോട്ട് വന്നു. ഈ ഒരു കാര്യം ഓർക്കണം. അതുമാത്രമല്ല, ഇതിനു മുമ്പ് CPM അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘടനകളുടെ വിവിധ സമരങ്ങൾ കാരണം നമ്മുടെ കേരളത്തിൽ എന്തുമാത്രം പൊതുമുതൽ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെ ഹർത്താലുകളോ ബന്ദുകളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ നടത്തുമ്പോൾ കടകൾ അടപ്പിച്ചും അല്ലെങ്കിൽ ബസ്സുകൾ തല്ലിപ്പൊട്ടിച്ചും കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിച്ചും ഉണ്ടാക്കുന്ന നഷ്ടത്തിൻ്റെ കണക്ക് അന്വേഷിച്ച് പോയാൽ ഈ ഒരു CPMമാരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പോയാണ്ടല്ലോ എന്തുമാത്രം എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി കൊടുത്താലും ഇതുപോലെ പൊതുമുതൽ നശിപ്പിച്ചതിന് ഒരു വ്യക്തമായിട്ടുള്ള നഷ്ടപരിഹാരം ഉണ്ടാകില്ല. ശരിയാണ് ആഷിക്കേട്ട, കാരണം നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്നതാണ് ഈ ഹർത്താലിനൊക്കെ ഒരുപാട് തല്ലിപ്പൊട്ടിക്കുന്നതും എന്തോ അത് വലിയ മാസമായിട്ട് BGM ഒക്കെ ഇട്ട് അതൊരു വലിയൊരു മാസ് ആയിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടുക അല്ലെങ്കിൽ സ്റ്റോറി ഇടുക, പോസ്റ്റ് ചെയ്യുക, വാർത്തകളിൽ വരുന്നത് ഞങ്ങളോട് എതിർക്കാൻ നിന്നാൽ ഞങ്ങളുടെ കയ്യൂക്ക് കൊണ്ട് ഞങ്ങളത് നേരിടും എന്ന് പറഞ്ഞു വരുന്ന ഒരു മൈൻഡ് അല്ലേ? അതെ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു പ്രതിഷേധം വന്നാൽ ഈ ഒരു കടകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിലേക്കോ ഇടിച്ചു കയറി ഈ ഒരു വ്യക്തിക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന രീതിയിൽ മർദ്ദനമുറകൾ. അതുമാത്രമല്ല, കയ്യൂക്ക് പോട്ടെ, കയ്യൂക്ക് മാറിയിക്കട്ടെ, കയ്യൂക്ക് മറ്റൊരു വശം. അതുമാത്രമല്ല, ഇവരുടെ കയ്യിൽ മറ്റു കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, വടിവാള്, സ്റ്റീൽ ബോംബ്, ഇതുപോലുള്ള മാരകായുധങ്ങളുണ്ടല്ലോ. ഇത് വെച്ച് വെട്ടേറ്റും കുത്തിയും അല്ലെങ്കിൽ ബോംബ് എറിഞ്ഞ് എത്ര പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിനൊന്നും എത്ര പരിഹാരം കൊടുത്താലും പകരമാകുമോ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ബാക്കി അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ വരുത്തി വെക്കുന്നതിൻ്റെ ഉള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഇതിന് ശേഷമുള്ള പരിണിതഫലം അനുഭവിക്കുന്നത് നിങ്ങൾ സംരക്ഷിക്കുമെന്ന് വാക്ക് കൊടുത്ത സാധാരണക്കാരാണ്. ആ സാധാരണക്കാർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പാർട്ടി, അല്ലാതെ സ്വന്തം പാർട്ടിക്കോ അല്ലെങ്കിൽ സ്വന്തം നേതാക്കളുടെയോ കുടുംബമോ കീശയോ വളർത്താനാവരുത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പാർട്ടി കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ED തന്നെയാണ് അതിൻ്റെ തുക അവർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വാഗ്ദാനവും ഇവിടെ നഷ്ടമായിരിക്കുകയാണ്.